പൃഥ്വിരാജിനെതിരെ വിദ്വേഷ പരാമർശവുമായി യുവമോർച്ച. എമ്പുരാന്റെ സംവിധായകനായ പൃഥ്വിരാജിന്റെ വിദേശ ബന്ധങ്ങൾ അന്വേഷിക്കണമെന്നാണ് യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ഗണേഷ് ആരോപിക്കുന്നത്. പൃഥ്വിരാജിന്റെ സിനിമകളിലെ കഥാതന്തു തീവ്രവാദത്തെ വെള്ളപൂശുന്നത്, ജോർദാനിൽ കുടുങ്ങിയ പൃഥ്വിരാജ് അവിടെ ആരൊക്കെയായിട്ട് സമ്പർക്കം പുലർത്തിയിരുന്നു എന്ന് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെടുന്നു യുവമോർച്ച. പൃഥ്വിരാജിനെതിരെ ദേശീയ ഏജൻസികൾ അന്വേഷിക്കണമെന്നാണ് കെ ഗണേഷ് ഫേസ്ബുക്കിൽ കുറിച്ചത്. ഇതിൻ്റെ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ചേതൻ ചേരുകയാണ്. ചേതൻ, എന്തൊക്കെയാണ് യുവമോർച്ച നേതാവിൻ്റെ ആരോപണങ്ങൾ? അജിംഷാദ്, അതായത് എമ്പുരാൻ സിനിമ ഇറങ്ങിയതിന് ശേഷം രൂക്ഷമായ രീതിയിൽ ചിത്രത്തിൻ്റെ സംവിധായകൻ പൃഥ്വിരാജിനെതിരെയും അഭിനയിച്ച നടൻ മോഹൻലാലിനുമെതിരെയൊക്കെയുള്ള സൈബർ ആക്രമണങ്ങൾ രൂക്ഷമായി തുടരുകയാണ്. ഇത് മറന്നീക്കി പുറത്തു വരുന്നതാണ് യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കെ ഗണേഷ് കുമാറിൻ്റെ ഇപ്പോഴത്തെ പുതിയ ഫേസ്ബുക്ക് പോസ്റ്റ്. ഗണേഷ് പറയുന്നത് ഇങ്ങനെയാണ്: എമ്പുരാൻ സിനിമയുടെ സംവിധായകനും നടനുമായ പൃഥ്വിരാജിൻ്റെ വിദേശ ബന്ധങ്ങൾ അന്വേഷിക്കണം. അതുപോലെ തന്നെ ആടുജീവിതം സിനിമയുടെ ചിത്രീകരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ സിനിമകളിലൂടെ പ്രക്ഷേപണം ചെയ്യപ്പെടുന്ന ആശയങ്ങൾ തികച്ചും ദേശവിരുദ്ധമാണ്, തീവ്രവാദപരമാണ്. ആടുജീവിതത്തിൻ്റെ ഷൂട്ടിങ്ങിനിടെ ജോർദാനിൽ കുടുങ്ങിയ പൃഥ്വിരാജ് അവിടെ ആരൊക്കെയായി സമ്പർക്കത്തിൽ ഏർപ്പെട്ടു എന്ന കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം. ഒപ്പം തന്നെ കൊറോണ കാലത്തെ ഈ അറേബ്യൻ നാടുകളിൽ അദ്ദേഹം താമസിച്ചപ്പോൾ അദ്ദേഹം IS ആശയങ്ങളിൽ ആകൃഷ്ടനായോ എന്ന കാര്യങ്ങളടക്കം ഈ ഗണേഷ് അധിക്ഷേപ വാക്കുകളായി ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പങ്കുവെക്കുന്നുണ്ട്. ഇതെല്ലാ കാര്യങ്ങളും ദേശീയ അന്വേഷണ ഏജൻസികൾ NIA അടക്കമുള്ള അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കണം. ഒപ്പം തന്നെ ഇയാൾ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ബഹിഷ്കരിക്കാനല്ല, മറിച്ച് എമ്പുരാൻ ഒളിച്ചു കിടത്തുന്ന ആശയം അത് ദേശവിരുദ്ധമാണ്, അത് തുറന്നു കാട്ടപ്പെടുക തന്നെ ചെയ്യണം എന്നാണ് ഈ ഗണേഷ് തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ഇത്രയും ഈ എമ്പുരാൻ സിനിമ റിലീസ് ചെയ്തതിന് ശേഷം നമുക്കറിയാം, ഈ സംഘപരിവാറിൻ്റെ ഭാഗത്തു നിന്ന്, സംഘപരിവാർ പ്രൊഫൈലിൽ നിന്ന് രൂക്ഷമായ സൈബർ ആക്രമണങ്ങളാണ് തുടങ്ങിയത്. ഇതിന് ശേഷം ഈ കാര്യങ്ങൾ നമ്മൾ ഈ BJP നേതാക്കളോടൊക്കെ ചോദിച്ചപ്പോൾ നേതാക്കൾ എല്ലാവരും പറഞ്ഞത് സിനിമയായി കണ്ടാൽ മതി, അതിൻ്റെ വഴിക്കേക്ക് വിടുക എന്നാണ് പറയുന്നത്. പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ. ഈ ഉത്തരവാദിത്തപ്പെട്ട ഒരു പാർട്ടിയുടെ സമുന്നതമായ ഒരു പോസ്റ്റ് അലങ്കരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഇത്തരത്തിൽ ഈ എമ്പുരാൻ സിനിമയ്ക്കെതിരെ രൂക്ഷമായ അധിക്ഷേപ വാക്കുകളുമായി രംഗത്ത് വന്നിരിക്കുന്നത്. അജിംഷാദ്, തീർച്ചയായും ചേതൻ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത ഇതുമായി ബന്ധപ്പെട്ട് പറയേണ്ടത്, അതായത് ഗുജറാത്ത് കലാപം അല്ലെങ്കിൽ സംഘപരിവാർ ആസൂത്രണത്തിൽ, സംഘാടകത്വത്തിൽ നടന്ന നിരവധി ഇത്തരം വിഷയങ്ങളുണ്ട്. അത്തരം രാഷ്ട്രീയമായ വിഷയങ്ങൾ ഒരു പ്രശ്നമായി ഉന്നയിക്കുകയും ഒരു വിമർശനമായി ഒരു കലാരൂപം അവതരിപ്പിക്കുകയും ചെയ്താൽ അവർ BJPക്കെതിരെയാണെങ്കിൽ അത് രാജ്യദ്രോഹമാണ്, വിദേശ ISIS പോലെയുള്ള സംഘടനകളുമായി ബന്ധമുള്ളവരാണ് എന്ന് ആരോപിക്കുന്ന കെട്ടുപഴകിയ സംഘപരിവാർ വാദങ്ങൾ. അത് ഇവിടെയും പൃഥ്വിരാജിനെ പോലെ ഒരു സംവിധായകൻ, നടനെതിരെ കേരളം അറിയുന്ന, മലയാളി അറിയുന്ന പൃഥ്വിരാജിനെ പോലെ ഒരാളിനെ കുറിച്ച് പോലും പറയുന്നതിലേക്ക് സംഘപരിവാർ നീങ്ങുന്നു എന്നുള്ളതാണ്. അതാണ് ഇതിലെ ഏറ്റവും വലിയ അപകടം. ഈ ഫേസ്ബുക്ക്, നേരത്തെ ചേതൻ സൂചിപ്പിച്ചതുപോലെ, തുടരെയുള്ള ദിവസങ്ങളിൽ മോഹൻലാലിനെതിരെയും പൃഥ്വിരാജിനെതിരെയും എമ്പുരാൻ സിനിമയ്ക്കെതിരെയും ഒക്കെ സംഘപരിവാറിൻ്റെ ആസൂത്രിതമായ നീക്കം സോഷ്യൽ മീഡിയയിൽ നാം കാണുന്നു. അതിൻ്റെ തുടർച്ചയായി തന്നെയാണ് കെ ഗണേഷിൻ്റെ ഇത്തരം വിദ്വേഷ പരാമർശങ്ങളെ കാണേണ്ടത്, അല്ലേ ചേതൻ? തീർച്ചയായും. അതായത് ഈ ഗണേശിൻ്റെ പ്രസ്താവനയിലൂടെ പുറത്തു വരുന്നത് ഈ സംഘപരിവാർ ഭാഗത്തുനിന്ന് എത്രത്തോളം അസഹിഷ്ണുത അവർ വെച്ചു പുലർത്തുന്ന ഒരു കലാസൃഷ്ടിയെ അതിൻ്റെ രീതിയിൽ കാണാതെ അതിൻ്റെ സൃഷ്ടാക്കളെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന രീതിയാണ് സംഘപരിവാർ പറയുന്നത്. എന്ത് പറഞ്ഞാലും അവസാനം ചെന്നെത്തിക്കുന്നത് തീവ്രവാദപരമാണ്. അതായത് തങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത എന്ത് കലാസൃഷ്ടിയായാലും ഏത് വാക്കുകൾ പറഞ്ഞാൽ, പ്രത്യേകിച്ച് അത് ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ആളുകൾ തങ്ങളെ എതിർത്താൽ അത് ഈ ദേശവിരുദ്ധമാണ്, തീവ്രവാദിയാണ് എന്നുള്ള ചാപ്പ കുത്തിത്തരുന്ന ആ ഒരു സമ്പ്രദായം ഇപ്പോഴും മാറ്റമില്ലാതെ തുടരുകയാണ്. അത് തന്നെയാണ് ഇപ്പോൾ ഈ യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. അത് മാത്രമല്ല, ഇത് സംഘടിതമായൊരു നീക്കമാണ്. ഇതിനകത്ത് അപഹാസ്യമാക്കേണ്ട, തള്ളിക്കളയേണ്ട നിരവധി വശങ്ങളുണ്ട് ചേതൻ. കാരണം ഒന്ന്, മോഹൻലാലിനെ പോലെ ഒരു വലിയ നടൻ, മലയാളി എന്നല്ല ഇന്ത്യയിലെയും ലോകത്തെയും നടന്മാരുടെ ഇടയിൽ ബഹുമാനിക്കപ്പെടേണ്ട ഒരു നടനെ സംബന്ധിച്ചാണ് ഇത്തരത്തിൽ BJPയെ വിമർശിച്ചു എന്നതിൻ്റെ പേരിൽ ആക്ഷേപം ചൊരിയുന്നത്. ഒന്ന്.
രണ്ട്, BJP യെ വിമർശിച്ചാൽ, സംഘപരിവാറിനെ വിമർശിച്ചാൽ, ഗുജറാത്ത് കലാപത്തിൻ്റെ ആസൂത്രകരെ വിമർശിച്ചാൽ അത് രാജ്യദ്രോഹമാകും എന്ന തരത്തിലേക്ക് പോകുന്നു. നോക്കൂ, ഞാൻ ജോമോൻ ചക്കാലക്കൽ എന്ന BJP വക്താവിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് വായിക്കാം. അതായത് ഇന്നലെ ഒരു ചെറിയ പോസ്റ്റ് ഇട്ടപ്പോഴേക്കും രാവിലെ നോക്കുമ്പോൾ മോഹൻലാൽ ഏട്ടൻ ഫാൻസുകാർ അദ്ദേഹം കഥ വായിക്കാതെയാണ് അഭിനയിച്ചതെന്നൊക്കെ പറഞ്ഞ് മെസ്സേജുകൾ അയക്കുന്നു. എന്ത് കുന്തമായാലും ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് ലഫ്റ്റനൻറ്റ് കേണൽ പദവിക്ക് നിങ്ങളുടെ ഏട്ടൻ ഇനി യോഗ്യനല്ല. അതായത് മോഹൻലാൽ ലഫ്റ്റനൻറ്റ് കേണൽ പദവിക്ക് യോഗ്യനല്ലെന്ന് ജോമോൻ ചക്കാലക്കലിനെ പോലെ ഒരു BJP വക്താവ് പറയുകയാണ്, ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയാണ്. അർഹതയുള്ള പലരെയും ഒഴിവാക്കി അദ്ദേഹത്തിന് അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിയമപരമായി അത് ഒഴിവാക്കേണ്ട ചുമതല കൂടെ ഉണ്ട്. അയാളായി അത് ഒഴിഞ്ഞില്ലെങ്കിൽ അതിനുള്ള നിയമ പോരാട്ടം നടത്തേണ്ടി വരും. അതായത് BJPയുടെ ഏതാണ്ട് ഔദാര്യമാണ് ഈ മോഹൻലാലിനെ പോലെ ഒരു വലിയ നടന് ലഫ്റ്റനൻറ്റ് കേണൽ പദവി കൊടുത്തത് എന്നൊക്കെയുള്ള വ്യാഖ്യാനം ജോമോൻ ചക്കാലക്കൽ എന്ന് പറയുന്ന BJP നേതാവ്, BJP വക്താവാണ്, വക്താക്കന്മാരുടെ പാനലിലുള്ള ജോമോൻ ചക്കാലക്കൽ പറയുകയാണ്, ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയാണ്. അപ്പോൾ മോഹൻലാലിനെതിരെ ആസൂത്രിതമായൊരു നീക്കം BJPയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്നുള്ളത്. എന്നിട്ട് ലഫ്റ്റനൻറ്റ് കേണൽ പദവിക്ക് മോഹൻലാൽ യോഗ്യനല്ലെന്ന് ഈ BJPയുടെ നേതാക്കന്മാർ പറയുകയാണ്. ഒരു വാർഡ് പഞ്ചായത്ത് പോലും ഭരിക്കാൻ കേരളത്തിൽ ജനം അനുമതി നൽകിയിട്ടില്ലാത്ത BJP മോഹൻലാലിനെ കുറിച്ച്